ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. കൃഷി സമൃദ്ധി പദ്ധതിക്കായി തരിശുനിലങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി എം വി രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവ നിറവിൽ തലസ്ഥാന നഗരി. പോയിന്റ് നിലയിൽ കണ്ണൂർ മുൻപിൽ. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ പൂർത്തിയായ 13 കിലോമീറ്റർ ഭാഗം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് നമോ ഭാരത് ട്രെയിനിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്തു. ന്യൂഡൽഹിയിലെ രോഹിണിയിൽ സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്യാധുനിക കെട്ടിടത്തിന് അദ്ദേഹം തറക്കല്ലിടും. അതേസമയം ഡൽഹിയിൽ പ്രാദേശിക കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിനൊപ്പം യാത്രാ സൌകര്യമൊരുക്കാനും തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തരിശുനിലങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. തൃത്താലയിൽ പദ്ധതിയുടെ ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും മൂല്യവർദ്ധനവും കണ്ടറിഞ്ഞ് പ്രാദേശിക തലത്തിൽ കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയുമായി കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. മണിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണം നമ്മുടെ മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതിനെ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. എന്നാൽ അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് തോന്നുന്നില്ല. വനംവകുപ്പും ഗവൺമെന്റും വളരെയേറെ ശ്രമിക്കുന്നതിന്റെ ഫലമായി അക്രമങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വന്യജീവികളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ട്. നബാർഡിന്റെ സഹായത്തോടെ ഇതിനാവശ്യമായ പദ്ധതികൾ വനം വകുപ്പ് ആവിഷ്കരിക്കുകയാണെന്നും ശ്രീ എ കെ ശശീന്ദ്രൻ അറിയിച്ചു. HMV വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. HMPV പരിശോധന നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അവലോകനം ICMR ഈ വർഷം ഉടനീളം നടത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ കേരളത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷനാകും. ഈ മാസം 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 250-ലധികം സ്റ്റാളുകളിലായി 150-ലധികം പ്രസാധകർ പുസ്തക പ്രദർശനവും വിൽപ്പനയും നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള 60ഓളം ഇനങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. നാടക മത്സരം 3ാം വേദിയായ ടാഗോർ തിയേറ്ററിൽ തുടരുന്നു. മോഹിനിയാട്ടം, ഒപ്പന, നാടോടി നൃത്തം, തിരുവാതിര, കേരള നടനം, ഓട്ടൻതുള്ളൽ തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് വേദിയിൽ എത്തുന്നത്. അവധി ദിനമായതിനാൽ വേദികൾ കാണികളാൽ നിറഞ്ഞിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ 225 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 224 പോയിന്റുമായി തൃശൂരും കോഴിക്കോടുമാണ് രണ്ടാമത്. 222 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്താണ്. വർദ്ധിച്ചുവരുന്ന ഭക്തജന തിരക്കിലും ശബരിമല പരാതിരഹിതം. നിലവിൽ അയ്യപ്പ ഭക്തർക്ക് അരമണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടതായി വന്നിട്ടില്ലെന്നും പരാതിരഹിതമായാണ് ഇതുവരെ പോലീസ് സംവിധാനം പ്രവർത്തിച്ചതെന്നും ശബരിമല സ്പെഷ്യൽ ഓഫീസർ S മധുസൂദനൻ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിന് 10 ഡിവിഷനുകളിലായി 1470 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്.
കൊല്ലം ചടയമംഗലത്ത് കാർ ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ശബരിമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ കന്യാകുമാരി സ്വദേശികളായ ശരവണൻ, ഷൺമുഖൻ എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയായിരുന്നു അപകടം. എറണാകുളം ചെമ്പുമുക്കിന് സമീപം ആക്രിക്കടയിൽ വൻ തീപിടുത്തം. രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിശമന സേന തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ജനവാസ മേഖലയിലുള്ള ആക്രിക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. നിലവിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടില്ല. ജലസാഹസിക കായിക മത്സരങ്ങളും പ്രദർശന സംഗീത പരിപാടികളും കൊണ്ട് നാടിനെ ഉത്സവ ലഹരിയിലാഴ്ത്തിയ കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 4-ന് ഇന്ന് സമാപനം. പ്രധാന വേദിയായ മറീന ബീച്ചിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മത്സരങ്ങൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനും കൌതുക കാഴ്ചകൾ സാക്ഷ്യം വഹിക്കാനും ഫുഡ് ഫെസ്റ്റിലെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാനും സംഗീതം ആസ്വദിക്കുവാനുമായി ആയിരങ്ങളാണ് ആദ്യ ദിവസം തന്നെ ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തിയത്. വ്യോമസേനയുടെ എയർ ഷോയും പാരാമോട്ടറിംഗും കൈറ്റ് ഫെസ്റ്റിവലും ഡ്രോൺ ഷോയും ആകാശത്ത് വിസ്മയങ്ങൾ തീർത്തപ്പോൾ ഡിങ്കി ബോട്ട് റേസും സെയിലിംഗും കയാക്കിംഗും ഫ്ലൈബോർഡ് ഡെമോയും കടലിലെ മത്സരാവേശം കരയിൽ ഖരഘോഷങ്ങളായി. തുറമുഖത്ത് നങ്കൂരമിട്ട ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലെ കാഴ്ചകൾ കാണാൻ ഇന്നും അവസരമുണ്ട്. മലയാളികളുടെ പ്രിയങ്കരിയായ പാട്ടുകാരി ജ്യോത്സ്ന രാധാകൃഷ്ണൻ നയിച്ച ബാൻഡ് ഇന്നലെ ചാലിയം ബീച്ചിനെ സംഗീതസാന്ദ്രമാക്കി. നിറഞ്ഞ ആവേശത്തോടെയും കയ്യടികളെയും പാട്ടുകൾ ഏറ്റുപാടിയാണ് ബേപ്പൂർ ബീച്ചിൽ സംഗീതാസ്വാദകർ KS ഹരികൃഷ്ണൻ ആൻഡ് ടീമിനെ വരവേറ്റത്. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. 5 ടെസ്റ്റുകളുടെ പരമ്പര 3-1-നാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഓസീസിന്റെ പരമ്പര നേട്ടം. 162 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 2 ഇന്നിംഗ്സിലുമായി 10 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ഓസ്ട്രേലിയയുടെ സ്കോട്ട് ബോളണ്ട് കളിയിലെ താരമായി. ജസ്പ്രീത് ബുംറയെ പരമ്പരയിലെ താരമായി തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. രാത്രി 7:30-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. 12 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായി പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. 14 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി കേരളം 12ാം സ്ഥാനത്താണ്. കാസർഗോഡ് കാർഡുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെയിം 2025 എന്ന പേരിൽ കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വരെ 9 ദിവസങ്ങളിലായി പൂവലിലാണ് പരിപാടി നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, വ്യവസായം, കൃഷി, ക്ഷീര മൃഗസംരക്ഷണം, പ്ലാന്റേഷൻ, വനം, കുടുംബശ്രീ തുടങ്ങി വിവിധ കാർഷികേതര മേഖലകളിലെ സർക്കാർ ഇതര സ്റ്റാളുകൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പകൽ വിവിധ ക്ലാസുകളും വൈകുന്നേരങ്ങളിൽ സെമിനാറുകളും സായാഹ്നങ്ങളിൽ കലാസന്ധ്യയും അരങ്ങേറും. കാർഷിക രംഗത്തെ വിദഗ്ധരാണ് ക്ലാസുകൾക്കും സെമിനാറുകൾക്കും നേതൃത്വം നൽകുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭകത്വ സാധ്യതകളും, ആധുനിക രീതിയിലുള്ള കൂൺകൃഷി, തേനീച്ച വളർത്തലിലൂടെയുള്ള ഉൽപാദന വർധനവ്, നൂതന രീതിയിലുള്ള വളപ്രയോഗവും കീടപരിപാലനവും തുടങ്ങി വിവിധ വിഷയങ്ങളിലൂന്നിയാണ് ക്ലാസുകൾ നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരുടെ പുസ്തകോത്സവവും മേളയുടെ ഭാഗമായി ഉണ്ടാകും. തലശ്ശേരിയുടെ പൈതൃക നഗരി ചുറ്റി ഹെറിറ്റേജ് റൺ സീസൺ 4. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ സംഘടിപ്പിച്ച ഹെറിറ്റേജ് റണ്ണിൽ വിദേശ കായിക താരങ്ങൾ ഉൾപ്പെടെ 1200-ലേറെ താരങ്ങളാണ് പങ്കെടുത്തത്. രാവിലെ 6-ന് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്പീക്കർ AN ഷംസീർ, MLA-മാരായ KV സുമേഷ്, സജീവ് ജോസഫ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും തലശ്ശേരി കോട്ട, ജവഹർഘട്ട് തുടങ്ങി പൈതൃക കേന്ദ്രങ്ങൾ വഴി 21 കിലോമീറ്റർ മിനി മാരത്തൺ ആയാണ് ഹെറിറ്റേജ് റൺ നടന്നത്. കേരള ജല അതോറിറ്റിയുടെ തിരുവനന്തപുരം വണ്ടിത്തടത്തിന്റെ കീഴിലുള്ള ശുദ്ധീകരണശാലയിൽ ശുചീകരണ പ്രവൃത്തികളും വെള്ളായണിയിൽ അനുബന്ധ പ്രവൃത്തികളും നടക്കേണ്ടതിനാൽ ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ ബുധനാഴ്ച രാവിലെ 6 മണി വരെ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും. കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെട്ട വിഴിഞ്ഞം, ഹാർബർ, കോവളം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, വെങ്ങാനൂർ, കോട്ടപ്പുറം, തിരുവല്ലം എന്നീ വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. കൃഷി സമൃദ്ധി പദ്ധതിക്കായി തരിശുനിലങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവ നിറവിൽ തലസ്ഥാന നഗരി. പോയിന്റ് നിലയിൽ കണ്ണൂർ മുൻപിൽ. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.